15 ഇഞ്ച് ഇറക്കും 44 ഇഞ്ച് വണ്ണത്തിലുമുള്ള ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സാധാ ബ്ലൗസാണ്, ലൈനിങ് ഇല്ലാത്തത്. തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് മടക്ക് ഭാഗം നമ്മുടെ വശത്തേക്കാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന ആളുടെ വശത്തേക്കാണ് മടക്ക് ഭാഗം. നമുക്ക് 15 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ 15 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യാം. 14 വേണ്ടത്, 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നത് കേട്ടോ. 15 ഇഞ്ച് എടുത്തു. പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ ചെയ്യാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് കഴുത്തിറക്കാണ്. ബാക്ക് പീസിൻ്റെ കഴുത്തിറക്കാണ് നമ്മൾ എടുക്കുന്നത്. തുണിയുടെ കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻ്റ് ഉണ്ടല്ലോ, തുണി കറക്റ്റ് അളവ് തന്നിട്ടുണ്ടായതുകൊണ്ട് നമുക്കത് ഉപയോഗിച്ച് തന്നെ അളവെടുക്കാം. വിത്ത് എടുക്കുന്നത് കണ്ട് കറക്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടുന്ന് ഉടമ്പുള്ള വിത്ത് നോക്കണം. 6 ഇഞ്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6ൻ്റെ പകുതി 3 ഇഞ്ച്. അപ്പോൾ അതുപോലെ തന്നെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ വിത്ത് നമുക്ക് 6 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ 2.25 എടുക്കാം കേട്ടോ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 6 ആയിക്കോളും. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 8 ഇഞ്ച്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് വരയ്ക്കാം. മനസ്സിലായല്ലോ? ഇത് രണ്ടും വരച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മളെ ഇത് നോക്കിയാൽ മതി. നമ്മുടെ നെക്കിൻ്റെ വിത്ത് കഴിഞ്ഞല്ലോ. ഇനി ഷോൾഡർ തയ്ച്ചേക്കുന്നതിൻ്റെ ഇത് നോക്കിയാൽ മതി. ഈ നെക്കിൻ്റെ ഈ ഭാഗം മുതൽ കണ്ടില്ലേ, ഷോൾഡറിൻ്റെ സ്ലീവ് ജോയിൻറ്റിൻ്റെ ഭാഗം വരെ നോക്കണം. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 2.5 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് 2.5 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പുറം നെക്കിൻ്റെ അവിടെയും കൈയുടെ അവിടെയും കൈയിട്ട് പോകും. ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് 2.5 മാർക്ക് ചെയ്തതിന് ശേഷം 3/4 കൂടാകുമ്പോൾ 3.25 മാർക്ക് ചെയ്യാം. ഓക്കെ, 3.25 മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയാണ്, അതായത് ആം ഹോൾ എടുക്കുക. കൈക്കുഴി എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കണം. അതനുസരിച്ചാണ് ഞാൻ കൈ കുഴിച്ച് വിട്ടുന്നത്. ആം ഹോൾ റൗണ്ട് എടുക്കുന്നത് ഈ ഷോൾഡറിൻ്റെ അല്ലേ, നമ്മളിപ്പോൾ എടുത്തില്ലേ തോളിൻ്റെ ഇവിടെ മുതൽ കൈയുടെ ഈ പാവം വരെ കണ്ടില്ലേ. അപ്പം 8.25 ഉണ്ട്. അപ്പം റൗണ്ട് ചെയ്ത് വരുമ്പോൾ 8.25 8.25 17.5 വരും കേട്ടോ. 17.5 റിഗാള് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ട് ലെന്ത് എടുക്കുന്നത്. റിഗാളിൻ്റെ ചുറ്റളവ് അനുസരിച്ചാണ് കൈയുടെ പിന്നെ സ്ലീവിൻ്റെ കൈ എന്തുമാത്രം കുഴിക്കണമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് തോൾ എവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അളവ് ബ്ലൗസിൻ്റെ ഈ തോളിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇവിടെ വരുമ്പം കൈയുടെ ഈ സൈഡ് ജോയിൻറ്റ് വരെ വരുമ്പോൾ കണ്ടില്ലേ, ഈ ജോയിൻറ്റ് വരുമ്പോൾ 8.25 വന്നേക്കും, 8.25 വന്നേക്കുന്നു. അപ്പോൾ അത് അപ്പുറം കൂടെ വരുമ്പോഴത്തേക്ക് 17.5 വരും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ കൈ ഇവിടുന്ന് എത്രമാത്രം കുഴിച്ച് വെട്ടണമെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ആദ്യം നമുക്കൊരു 5.5 മാർക്ക് ചെയ്യാം. ഒരു 5.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടൊരു 5.5, നമ്മളിവിടെ എത്ര എടുത്തേക്കുന്നത് 4.25, അതെ 5.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ലൈൻ കൊടുക്കും. ഇവിടാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത്. 45 ചെസ്റ്റ് ലൈൻ വന്നേക്കുന്നത്. 45ൻ്റെ 4/1 ഭാഗം എടുക്കണം. 45ൻ്റെ 4/1 ഭാഗം 45ൻ്റെ 4/1 ഭാഗം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഒന്നില്ലേ ഒരു നമ്പർ 1 എന്നുള്ള നമ്പറിൽ വെച്ചതിന് ശേഷം 45 വെക്കുക. നമുക്ക് നമ്മൾ ചെസ്റ്റ് വണ്ണം വന്നേക്ക് 45.
ഇതിപ്പോൾ 2 ഭാഗമായുള്ളൂ. 4ൽ 1 ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് 4 മടക്കിയിട്ട് ഒരു ഭാഗം നോക്കണം. 45ൻ്റെ 4ൽ 1 ഭാഗം 11.25 വരും. കണ്ടോ? ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ 45/4 അങ്ങനെ നോക്കിയാലും മതി. ഇല്ലെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ 45ൻ്റെ അടുത്തോട്ട് 45ൻ്റെ നമുക്ക് എത്ര വണ്ണം ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അടുത്ത് ഈ ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം 1 നമ്പർ. ഇപ്പോൾ 2 മടക്കേ ആവുള്ളൂ. 4 മടക്കായിട്ട് മടക്കണം. 4ൽ 1 ഭാഗം അപ്പോൾ 11.25. 4ൽ 1 ഭാഗം വരുമ്പോൾ 11.25. അപ്പോൾ ഈ 11.25 നമ്മുടെ ചെസ്റ്റ് വണ്ണം. 4ൽ 1 ഭാഗം ഉണ്ടല്ലേ. പിന്നെ ഈ 11.25 എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് കൈത്തും കൂടെ വേണം. ഇനി നമുക്കിവിടെ സ്ലീവ് കുഴിച്ച് വെട്ടണം. സ്ലീവ് കുഴിച്ച് വെട്ടുമ്പം നമ്മൾ 5.5 ആംഹോൾ എടുത്തേക്കുന്നത് കുഴിച്ച് വെട്ടാനായിട്ട്. 5.5യുടെ പകുതി 2.25 മാർക്ക് ചെയ്യുക. ഇതിൽ ഒരു 1.5 ഒരു പോയിന്റ് കൂടെ എടുത്താൽ മതി. 1.5 എടുത്താലും കുഴപ്പമില്ല. ഈ കോർണറിൽ നിന്ന് 1.5 എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ പകുതി മാർക്ക് ചെയ്തില്ലേ, 5.5യുടെ പകുതി ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് 1.5 കൊണ്ടുവന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇത് ചെസ്റ്റ് വണ്ണത്തിലവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇനി നമുക്ക് ആംഹോൾ എത്ര ആയിരുന്നു ചുറ്റളവ് വന്നേക്കുന്നത്? 8.25 അതാണ്. നമുക്കിവിടെ ഇങ്ങനെ ടേപ്പ് പിടിച്ച് ഇങ്ങനെ പതുക്കെ നോക്കണം 8.25 കിട്ടുന്നുണ്ടോ. അപ്പോൾ 8.25 നമുക്കവിടെ കിട്ടിയത് 9 കിട്ടി. നമുക്ക് എത്ര വേണ്ടേ? 8.25. അപ്പോൾ നമുക്ക് ഇവിടെ 5.5 വേണ്ടത് കേട്ടോ. കൈക്കുഴി വെട്ടിയേക്കുന്നത് 5.5 വേണ്ട. ഇത് 4.5 എടുത്ത് നോക്കാം. സോറി, 5.5 വേണം. 5 എടുത്ത് നോക്കാം. 5 എടുത്തിട്ട് വണ്ണം ഇത് തന്നെ. നമ്മൾ 5ൻ്റെ പകുതി 2.5. അപ്പോൾ അവിടുന്ന് 1.5 എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് റൗണ്ട് ചെയ്ത് നോക്കണം എത്ര കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 8.25 കിട്ടുന്നു. അപ്പോൾ നമുക്ക് 8.25 കിട്ടണം. എത്ര കൈ കുടിച്ചിട്ടുണ്ട്? 5.5. നമ്മൾ ഇങ്ങനെ നോക്കി റിസൾട്ട് അനുസരിച്ചാണ് കൈ കുടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് ഭാഗത്ത് വന്ന് നോക്കുക. വേസ്റ്റ് ഭാഗത്ത് വന്ന് നോക്കുക. 36 വന്നേക്കുന്നത്. മൊത്തത്തിൽ 36 വന്നിട്ടുണ്ട്. വേസ്റ്റ് ഭാഗത്ത് വണ്ണം 36 വന്നിട്ടുണ്ട്. അപ്പോൾ 9 മാർക്ക് ചെയ്യാം. 9 മാർക്കിൽ ബാക്കിലൊരു ടക്കുണ്ട്. അപ്പോൾ 1/2 ഇഞ്ചിൽ 9.5 മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ വണ്ണവും വേസ്റ്റ് വണ്ണവും കൂടെ ജോയിൻറ്റ് ചെയ്യാം. ഇവിടെ റിഹാലിൻ്റെ കൈക്കുഴി ഇപ്പം 5.5 ആദ്യം നമ്മൾ കുഴിച്ച് വെട്ടിയപ്പം നമുക്ക് അന്നേരം ആംഹോൾ റൗണ്ട് കൂടിപ്പോയി. അപ്പം കൈയുടെ കുഴിച്ച് വെട്ടത് 5 ആക്കി കേട്ടോ. കൈക്കുഴി 5 ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഷേപ്പ് എടുത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് 1.5 എടുത്ത് 5ൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ ഷേപ്പ് എടുത്തപ്പോൾ 5ൻ്റെ വണ്ണം അത് തന്നെ 11.25. അപ്പോൾ കറക്റ്റ് നമുക്ക് 8.25 കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആംഹോൾ എടുക്കുന്നതിനനുസരിച്ചാണ് കൈക്കുഴിയുടെ ലെന്ത് നമ്മൾ എടുക്കേണ്ടത്. ഒരു ഉദ്ദേശം ഒരു 4-5 എടുത്തിട്ട് നമുക്ക് കൈക്കുഴി എന്തുമാത്രം കിട്ടുന്നെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് കൈക്കുഴി എടുക്കുന്നത്. നമുക്കിവിടെ ബാക്ക് നെക്കും കൂടെ റൗണ്ടാക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ 1.5 ഇഞ്ച് തയ്യത്തും വിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ കുടിച്ച് വിട്ടിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇറക്കണം തയ്യത്തുമ്പിനടുത്ത്. എന്നിട്ട് നമുക്ക് കൈക്കുഴി കുഴിച്ച് വെക്കും. കണ്ടോ, ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. നമ്മുടെ വണ്ണം അവിടെ എത്തിയെന്ന് അവിടം വരെ ഉണ്ട്.
നമുക്ക് 8.25 ആം ഹോൾ റൗണ്ട് പോകേണ്ടത്. നമ്മളിവിടെ അരയിഞ്ച് തയ്യൽത്തുമ്പ് പോകുമല്ലോ ഷോർട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് 8.25 കിട്ടുന്നോന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 8.25. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ അളവിൽ 45 ഇഞ്ച് വണ്ണത്തിൽ റിഗാള് 8.25 വരുമ്പോൾ 17.5 റിഗാള് വരുമ്പോൾ 5 ഇഞ്ച് മതി കുഴിച്ചു വെട്ടാനായിട്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത് റിഗാളിൻ്റെ ചുറ്റളവിൻ്റെ അനുസരിച്ചാണ് ആം ഹോളിൻ്റെ കൈക്കുഴി കുഴിച്ചു വെട്ടേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലാകാത്ത വല്ല പോയിൻ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പീസ് വെട്ടി. ഇനി നമുക്ക് വെട്ടേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ തുണിയെ നമ്മുടെ ഓപ്പൺ വശം നമ്മുടെ വശത്തോട്ടുണ്ട്. കണ്ടോ, തുണിയെ ഓപ്പൺ വശം നമ്മുടെ വശത്തോട്ടുണ്ട്. കണ്ടോ, ഇട്ടതിന് ശേഷം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തല്ലോ, അത് നമ്മളെടുത്തിട്ട് നെക്ക് ഭാഗം ഇവിടെ നമുക്ക് ഫ്രണ്ട് പീസിന് ഓപ്പൺ വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നെക്ക് ഭാഗം 1/2 ഇഞ്ച് ഇങ്ങനെ തള്ളിയിടണം കേട്ടോ. നമ്മൾ കൊളുത്ത് വെക്കുകയും കൊളുത്ത് ഇടുന്നതും ഭാഗത്തെ തയ്യൽത്തുമ്പ് പോകുമ്പോൾ അടിക്കാനാണ് 1/2 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതങ്ങ് മാർക്ക് ചെയ്യുക. ഈ കൈക്കുഴിയുടെ ഭാഗത്തും ഈ തോളിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് ഉള്ള വണ്ണം ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു എളുപ്പ വിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളിനി നെക്ക് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ടക്ക് പോയിൻ്റ്. ടക്ക് പോയിൻ്റ് എന്ന് പറയുമ്പം ഈ കൊളുത്ത് വെക്കുന്ന ഭാഗത്തുനിന്ന് ഉടമ്പലുള്ള ടക്കിൻ്റെ വിത്ത് വീതി എടുക്കണം. 4 ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത്. 4 ഇഞ്ച് ടക്ക് വീതി വന്നു. ടക്കിൻ്റെ ഇറക്കം ഈ തോൾവ് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്തത് സെൻറ്റർ പിടിച്ചതിന് ശേഷം നോക്കുക. ടക്കിൻ്റെ ഇറക്കം 10 ഇഞ്ച് ഉണ്ടോ? അപ്പോൾ 4 ഇഞ്ച് ഈ ടക്ക് വീതി വന്നതിൻ്റെ നേരെയാണ് ടക്കിറക്കം 10 ഇഞ്ച് വന്നത്. എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് 10 3 13 വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ബാക്കിനേക്കാളും ഫ്രണ്ട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? ഇതെല്ലാം അളവ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് വെട്ടുമ്പോൾ ബാക്ക് തുണി നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം 1.5 ഇഞ്ച് കൂടെ എടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നോക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീതി നമ്മൾ നേരത്തെ എടുത്ത് തന്നെ 2.25 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ യു ഷേപ്പിൽ കർവ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോയിൻ്റ് എത്ര പറഞ്ഞേക്കുന്നത് 4 ഇഞ്ചല്ലേ, 4-ന് 4.25 മാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ പടി വെക്കുമ്പോൾ പോവും. 4.25 മാർക്ക് ചെയ്തതിന് ശേഷം ടക്കിൻ്റെ ഇറക്കം വന്നേക്കുന്നത് പോയിൻറ്റിൻ്റെ ഇറക്കം വന്നേക്കുന്നത് നോക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് 10 ഇഞ്ച് കണ്ടോ, ആ 10 ഇഞ്ച് മാർക്ക്. ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് വേണമല്ലോ, അപ്പോൾ 10.5 മാർക്ക് ചെയ്യാം. ആ ടക്ക് വീതിയുടെ നേരെന്ന് ടക്കിൻ്റെ ഇറക്കം 10 വേണ്ട, 10.5 മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മെയിൻ ടക്കില്ലേ, ഈ മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് നോക്കണം. ഈ ജോയിൻ്റ് മുതൽ ജോയിൻ്റ് വരെ എത്ര ഉണ്ടാകും? 3 ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 10 നമുക്ക് വേണ്ട. ഞാൻ 10 എടുത്ത് ഇവിടുന്ന് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ട. തയ്യൽത്തുമ്പ് പോകണമല്ലോ, 3.5 മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് നമുക്ക് ഈ ടക്കിൻ്റെ വീതി നമുക്ക് അളവ് തന്നു വയ്ക്കുന്നതുകൊണ്ട് ഈ ഇത് മാത്രം പിടിച്ചേക്കുന്നത് നോക്കുക. ഇപ്പോൾ 1.5 ഇഞ്ചാണ് പിടിച്ചേക്കുന്നത്. 1.5 3. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 1.5 എടുത്തു. 1.5 പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്
ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു, ടക്കിൻ്റെ ഇത് മാർക്ക് ചെയ്തു. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മുടെ ടക്കിൻ്റെ ലെന്ത് പോയിന്റ് കിട്ടി, അവിടെ നിന്നുള്ള ലെന്ത് 3 കിട്ടി. ഇനി ഇത് രണ്ടുമുള്ള സെൻറ്റർ കാണണം. ഇവിടെ നിന്നുള്ള സെൻറ്റർ വന്നേക്കുന്നത് 3.5 അപ്പോൾ 1.25 വരും. 3.5 അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1.25 വരെ 1.25 മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇവിടുന്ന് 1 ഇഞ്ചല്ലേ കൊടുക്കുക, ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോക്കുക, 3.5 അതിൻ്റെ പകുതി 1.5. എന്നിട്ട് കണ്ടോ ഇങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? നമ്മുടെ അന്നേരം കട്ടിങ് പീസ് കിട്ടിയേക്കുന്നതുണ്ടോ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ യു ഷേപ്പ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ആദ്യം ഫ്രണ്ടിൻ്റെ ബാക്ക് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നല്ലേ, അതങ്ങ് കുഴിച്ച് വിട്ടിട്ട് നമ്മുടെ വണ്ണം ഇവിടെ അല്ല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കുക. ഫ്രണ്ട് നെക്ക് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കഴുത്തിൻ്റെ ഈ 1/2 ഇഞ്ച് കുറയ്ക്കണം, കഴുത്തിൻ്റെ ലൂസ് കുറയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്നുള്ള ടക്കിൻ്റെ ഇവിടുന്ന് 3.5 എടുത്ത്, 3 വന്നേക്കുന്നത്, 3.5 എടുത്ത് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നതിന് പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷേപ്പ് എടുക്കുന്നത്, കട്ടിങ് പീസിൻ്റെ ഷേപ്പ് എടുക്കുന്നത് കണ്ടോ, പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുക്കാം. നമ്മുടെ വണ്ണം കണ്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കട്ടിങ് പീസിൻ്റെ ലെന്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും കണ്ട് പൊട്ടിയെടുക്കാം. ഇനി നമ്മളിവിടുന്ന് 3 ഞാൻ പറഞ്ഞേക്കുന്നത്, 3 അപ്പം ഈ മെയിൻ ടക്ക് 3 വന്നേക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇതങ്ങ് കുറച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ എടുത്ത് 3, ഒരു സൈഡ് എടുത്തേക്കുന്നത്, 2 സൈഡ് കൊണ്ടാണ് 3 എടുത്തേക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് 1.5 കുറച്ചാൽ മതി കേട്ടോ. അപ്പം ആ കുറച്ച് ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യണം 1.5. ഇനി നമ്മൾ ഇവിടെ പിടിച്ച് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുന്നോട്ടുള്ള ടക്ക് ഇവിടെ നിന്ന് 1.25 എടുക്കാം. ഇങ്ങോട്ടുള്ളത് ആംഹോളിൻ്റെ അടുത്ത് 1.5 എടുക്കാം. ഇനി ഫ്രണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ കുഴിച്ച് വെട്ടും കേട്ടോ. ഫ്രണ്ട് ഇവിടെ നിന്നൊരു 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ഭാഗമാണ് 1/2 ഇഞ്ച് കളയണം. ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പാണ് 1.5 ഇഞ്ച്. ഇവിടെ നമുക്ക് 1.5 കട്ട് ചെയ്യും. നമ്മുടെ ഇവിടെ പോയിന്റ് ഇട്ട്. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ബാക്ക് വെട്ടി ഫ്രണ്ട് വെട്ടി എന്നിട്ട് മനസ്സിലാക്കി തരാം. ബാക്ക് വെട്ടി ഫ്രണ്ടും അതേപോലെ തന്നെ വെട്ടിക്കഴിഞ്ഞു. ബാക്കും വെട്ടി ഫ്രണ്ടും വെട്ടി, അതുപോലെ തന്നെ കട്ടിങ് പീസും വെട്ടി. ഇത് ഫ്രണ്ട് വശത്ത് വേണമെന്ന് നോട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകാം. ആ ബാക്ക് സൈഡ് തിരിഞ്ഞു പോകും കേട്ടോ. ഇത് ഫ്രണ്ടിലാക്കണം. ഇതേപോലെ നമുക്ക് 2 കിറ്റുകൾ 4 കൂടെ എടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്ക് വേണ്ടത് സ്ലീവ് വേണം. സ്ലീവ് വെട്ടുമ്പോൾ കൈ ലെന്ത് എന്തുമാത്രം വേണമെന്ന് തുണിയെയും
ആദ്യം 4ആയിട്ട് മടക്കിയിടണം. തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ കൈ ലെന്ത്, സ്ലീവിൻ്റെ ലെന്ത് എന്തുമാത്രം വേണമെന്ന് നോക്കുക. ഇവിടെ 7 ഇഞ്ചാണ് വേണ്ടത്. 7 ഇഞ്ച് വേണമെങ്കിൽ 1.5 ഇഞ്ച് ഇവിടെ എമ്മിങ് ചെയ്യാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം 7ഉം 1.5 കൂടെ ആകുമ്പോൾ 8.5, 1/2 ഇഞ്ച് കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 9 ഇഞ്ച് എടുക്കുക. തുണിയെ 2ആയിട്ട് 2 കൈക്കും കൂടെ വെട്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടോ ഇതേപോലെ മടക്കുന്ന തുണിയിൽ 4 മടക്ക് വരും. സെൻറ്റർ ഭാഗം നമ്മുടെ വശത്തേക്ക്. ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ലെവൽ ചെയ്യുക. പിന്നെ നമുക്ക് കൈയെത്തുമ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് വരും. ഇനി നമുക്ക് വേണ്ടത് 1.5 ഇഞ്ച് എമ്മിങ് ചെയ്യാനെടുത്തു. ഇനി നമ്മുടെ വേണ്ട ഇറക്കാം 7 ഇഞ്ച്. 7 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് കൂട്ടി 7 എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ആംഹോള് കൈക്കുഴിയുടെ കർവ് വന്നേക്കുന്നത് എത്രയായിരുന്നു? 8.25 ഇത് നോക്കിയാൽ ഇത് സ്ലീവ് കൈ കുഴിച്ച് വെട്ടുമ്പോഴും ഇത് നോക്കണം. അതേപോലെ തന്നെ ബോഡി സ്ലീവിൽ കുഴിച്ച് വെട്ടുമ്പോഴും ഇത് നോക്കണം. 8.25 നമുക്ക്. ഇതിനേക്കാളും 1/2 ഇഞ്ച് കൂടെ ഇത് വളഞ്ഞ് വരുമല്ലേ, കുറച്ചാൽ മതി. അപ്പോൾ 8.25 സ്ഥാനത്ത് 8.5 എടുത്താൽ. അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പോൾ കൂടെ കൊടുത്തിട്ടുണ്ട് 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? 8.25 1/2 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പോൾ 8.5 എടുക്കും. 8.25 എടുക്കണം. അപ്പോൾ 8.25 നമ്മളിവിടെ മാറ്റി ടേപ്പ് ഇങ്ങനെ ഇടണം. 8.25 എവിടെ വരുമെന്ന് കണ്ടോ? ഈ ഒരു ഷേപ്പ് നോക്കാം. 8.25 ഇങ്ങനെ വെച്ച് നോക്കരുത്. ഇത് നമ്മൾ നേരെ നമുക്ക് ആ കർവ് ഉണ്ടാവില്ല. കർവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കണം. 8.25 കറക്റ്റ് ഇവിടെ വെച്ച് 8.25 ഇവിടെ വെച്ചതിന് ശേഷം 8.25 വേണ്ട 1/2 ഇഞ്ച് കുറച്ച്, അതായത് ഈ കർവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കുറച്ച് മതി. അപ്പോൾ 8.25 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരും നമ്മുടെ കൈയുടെ വണ്ണം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഇതിങ്ങനെ വെച്ചങ്ങ് ഷേപ്പ് എഴുതാതെ 8.25 ഇത് തയ്യൽത്തുമ്പോൾ 8.25 മാർക്ക് ചെയ്ത് ഇനി കൈവണ്ണം കൂടെ നോക്കുക. ഓക്കെ, സ്ലീവിൻ്റെ ആ ഇറക്കം വന്ന ഭാഗത്തെ എണ്ണ ആ വണ്ണം കൂടെ നോക്കുമ്പോൾ 6.5 വരും. അപ്പോൾ 6.5 മാർക്ക് ചെയ്യുക. അളവ് ഉണ്ടായതുകൊണ്ട് 6.5 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ ചരിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് നമ്മളന്നേരം ഇതേപോലെ ഷേപ്പ് ചെയ്തേക്കും. ഇനി നമ്മുടെ ബാക്ക് പീസിൻ്റെ ആ ഷേപ്പ് ചെയ്ത ഭാഗം സ്ലീവ് കുഴിച്ചോട്ടേക്കില്ലേ കറക്റ്റ് കിട്ടുന്നതെന്ന് നോക്കുക. ഇവിടെ നമ്മുടെ തയ്യൽത്തുമ്പോൾ 1/2 ഇഞ്ച് പോകുമല്ലോ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ നോക്കുക. നമ്മുടെ 8.25 കൂടെ വരുമല്ലോ, കണ്ടോ? കറക്റ്റ് അതേപോലെ കിട്ടും. ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ കണ്ടോ വലിക്കാതെ ഇവിടെ ജോയിൻ്റ് ചെയ്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ എത്തും. ഇത് കൈയുടെ എൻഡിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഷേപ്പിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി വണ്ണം ഇവിടെ അല്ലേ, കറക്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കുഴിച്ച് വെട്ടുന്നതും ബോഡി കുഴിച്ച് വെട്ടുന്നതും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കുഴിച്ച് വെട്ടാം. ഇവിടെ നമുക്ക് നിങ്ങൾ ഇതേപോലെ ഷേപ്പിലെടുക്കാം. നമ്മുടെ വണ്ണം ഇവിടെ, സെൻറ്റർ ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലീവിനെ നിവർത്തിയിടുക. ബാക്കും ഫ്രണ്ടും തിരിച്ചിടുക. ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ 1/2 ഇഞ്ചിന് സ്ലീവ് കുഴിച്ച് വെട്ടാൻ പോകുന്നത്. ഒരു സൈഡിൽ നിന്ന് വെട്ടണം. നല്ല വശം നല്ല വശം പുറത്തേക്കണം, അല്ലെങ്കിൽ നല്ല വശം ഇവിടെ വയ്ക്കണം, നല്ല വശം അകത്തേക്കണം, ചീത്ത വശം ഉള്ളിൽ നിൽക്കണം. തിരിഞ്ഞും മറിഞ്ഞും തുണി പോകരുത്, വശങ്ങൾ തിരിഞ്ഞു പോകരുത്. ഒന്നേ നല്ല തുണിയുടെ നല്ല വശം പുറത്തേക്കണം, ഈ തുണിയെ പുറത്തേക്കണം, ചീത്ത വശം. നമുക്ക് സ്ലീവ് കുഴിച്ച് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടാനായിട്ട് ഇവിടെ നിന്നൊരു 1.25 മാർക്ക് ചെയ്യുക, ഇവിടെ നിന്നൊരു 1.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക.
ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് നമ്മൾ 6 ഇഞ്ച് 3 മാർക്ക് ചെയ്ത ശേഷം ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പിൽ വരും. ഇത് ഇവിടുന്ന് 1/2 ഇഞ്ച് എടുത്ത് അവിടെ കട്ട് ചെയ്ത് ആ സെൻറ്റർ ഭാഗത്ത് നമുക്ക് വേണ്ട. ഈ മുകളിലോട്ട് ചെല്ലുമ്പോൾ അത് കുറച്ച് വരും, തയ്യൽ തുമ്പിലോട്ട് കയറി കണ്ടോ. ഇത്രയും നമുക്ക് കളഞ്ഞാൽ മതി. കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെക്കും. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ എല്ലാ പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് സ്ലീവ് കട്ട് ചെയ്തു, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു, സെറ്റായിട്ട് എടുത്ത് വെക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തു, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു. നമ്മുടെ കട്ടിങ് പീസാണിത്. കട്ടിങ് പീസ് നമ്മൾ ഈ നോട്ടിട്ടേക്കുന്ന ഭാഗമാണ് ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗത്ത് വരണ്ട കേട്ടോ. സ്ലീവും കട്ട് ചെയ്യും. ഇത് നമുക്ക് 4 എണ്ണം കൂടെ വെട്ടിയെടുക്കണം. ചിലപ്പോൾ ഈ തുണിയിൽ തന്നെ കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഈ മാച്ചിങ് കളർ വേറെ വെട്ടിയെടുക്കാം. പിന്നെ അടിയിൽ പട്ടയ്ക്ക് 1.5 ഇഞ്ച് വീതിയിൽ ഫ്രണ്ട് കൊളുത്ത് വെക്കാനായിട്ട് 1.5 ഇഞ്ച്, കൊളുത്ത് ഇടുന്ന ഭാഗത്ത് 2 ഇഞ്ച്, ക്രോസ് പീസ് നെക്കിന്. ഇത്രയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് അടിയിലെ പട്ടയ്ക്ക് 1.5 ഇഞ്ച്. ഓക്കെ, ബാക്ക് പീസിൻ്റെ അടിയിലെ പട്ടയ്ക്ക് 1.5 ഇഞ്ച് വീതിയിൽ അത് വെട്ടി കഴുത്തിൻ്റെ കൊളുത്ത് വെക്കാനായിട്ട് 2 ഇഞ്ച്, കൊളുത്തിടുന്നതിനകത്ത് 1.5 ഇഞ്ച്. അപ്പോൾ ഇത് തന്നെ അങ്ങ് എടുത്താൽ മതി. ഇത് 1.5 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് പീസ് നെക്ക് ഭാഗം 1 ഇഞ്ച് 4 ഇഞ്ച്, 1.25 മതി കേട്ടോ. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് 1.5 എടുക്കാം. 4 പീസുണ്ട്. നമ്മുടെ കഴുത്തിൻ്റെ റൗണ്ട് നോക്കി അതനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇത്രയും നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ബാക്ക് വരുന്ന ഭാഗത്തു നിന്ന് കട്ടിങ് പീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കൊടുക്കാം. കട്ടിങ് പീസ് ഇതിന് മാച്ചിങ് കളർ ഉള്ളിൽ വേറെ കട്ടിങ് ഉള്ള പീസ് ഇട്ട് കൊടുക്കും. ഈ പുറമെ നല്ല പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് കട്ട് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം മടക്കി വെക്കുക. അളവ് ബ്ലൗസിനോട് ചേർത്ത് മടക്കി വെക്കണം കേട്ടോ. തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ വേണം. അതിൻ്റെ നൂലും കൊണ്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.